നമസ്കാരം, ഞാൻ കുഞ്ചൂസ്. അപ്പോൾ ഞാനൊരു ചിക്കൻ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ. കുറച്ച് കടുകിടാം. അത് പൊട്ടിയതിന് ശേഷം കുറച്ച് കറുപ്പിടാം. ചെറുതായിട്ടല്ലേ ഒന്ന് ബ്രൗൺ നിറം ആയി വരുമ്പോഴേക്കും നമുക്ക് അതിന് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം 5 സവാള ആണ് ഞാനിത് ചേർക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതിലോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കുകയോ വേണ്ട, വെള്ളത്തിന്റെ ആവശ്യമില്ല. ഇതിൽ നിന്ന് വെള്ളം കൂടുതൽ ഇറങ്ങുന്നതായിരിക്കും. ഈ തീയിൽ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഒരു 4 സ്പൂണ് മുളക് പൊടി, ഒരു 4 സ്പൂണ് 2 സ്പൂണ് കുരുമുളക് പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു തേങ്ങയാണ് ഞാനിത് ചേർത്തിട്ടുള്ളത്. ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ തോരനും ഗോതമ്പ് പുട്ടും ഒരു പിടിയൊക്കെ പിടിക്കാമല്ലേ. അപ്പോൾ ചിക്കൻ തോരനും ഗോതമ്പ് പുട്ടുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ അടിപൊളി. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേക ഒരു ഡിഷാണ് ചിക്കൻ തോരൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ചിക്കൻ തോരൻ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു.